In a worship that was conducted here, ഓൺലൈനിൽ കാണുന്നവരോട് പരിശുദ്ധാത്മ പ്രവചിച്ചു. they were watching online. Some people were watching online. The Spirit of the Lord prophesied unto them. അന്ന് ഈ മനുഷ്യൻ ഓൺലൈനിൽ ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. And I didn't know this brother was watching us online. കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കണേ. You may praise the Lord while you listen this. ഓൺലൈനിൽ ഉണ്ടെന്ന് എന്നോട് പറഞ്ഞായിരുന്നോ? He had never told pastor that he was watching us online. ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. You may continue to praise the Lord. പരിശുദ്ധാത്മാവ് പറഞ്ഞത് the spirit of പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള കുരുക്കുകളെ കർത്താവ് അഴിക്കുന്നു. The complications that were related with land that was being sold, that is what the Spirit of the Lord had prophesied. ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. You may praise the Lord while you listen. അതുമായി ബന്ധപ്പെട്ട് ഓൺലൈനിൽ ഇത് കാണുന്നവരുടെ മേൽ അത്ഭുതം നടക്കുകയാണ്. And it happened, there was a great miracle that happened. A family that was watching us online that day. അതിന്റെ അടയാളമായി ദൈവാത്മാവ് എന്ന് പറഞ്ഞത് PT ഇല്ലേ? PT TP എന്ന പേരിലുള്ള അങ്ങനെ കിടക്കുന്ന ഒരു ആധാരവുമായി ബന്ധപ്പെട്ട് ഒരു ദൈവപ്രവൃത്തിയുടെ തിരിവ് സംഭവിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് സംസാരിച്ചു. The Spirit of the Lord had spoken through pastor that a document relation with the name TP, a turning was taking place. That's what the Lord told. എന്തോ ഒരു ആധാരത്തിനകത്ത് അങ്ങനെ കർത്താവിനെ സ്തുതിക്കണേ. ഇവർ ആ സമയത്ത് ഇതേ പ്രതിസന്ധിയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. At that time they were going through the same difficulty. ഇത് 51 വർഷം മുമ്പുള്ള ഒരു പ്രമാണമാണ്. This is a document which is almost 51 years old. ഇതാർക്കും ഇത് ഇപ്പൊ ഈ കാലഘട്ടത്തിൽ ആർക്കും അങ്ങനെ പെട്ടെന്ന് വായിച്ചെടുക്കാൻ പറ്റത്തില്ല. And it's very hard to read for someone now. സ്വതന്ത്രം പറയണേ. Hallelujah. ഇത് ഇവർക്കും അറിയത്തില്ല. And they also didn't know to read. TP ആണോ ഇത് ഏത് വകുപ്പിൽപ്പെട്ടാണെന്ന് ഇവർക്ക് അറിയത്തില്ല. They had no clue about this document. പക്ഷേ ഇവർ ആ ദൂതനെ ഒന്ന് സ്വീകരിച്ചു. But they received the message that was coming out. ഇവർ അടുത്ത ദിവസം മുതൽ ഈ പ്രമാണം എടുത്തു. And then the very next day they took the document in their hand. അതിനെ ഇപ്പോഴത്തെ ആധുനിക രീതിയിലെ ഭാഷയിലേക്ക് അങ്ങനെ പരിവർത്തനം ചെയ്യാനുള്ള ഓപ്ഷനുകളുണ്ട്. അതിനകത്ത് ചെയ്തപ്പോൾ അതിനകത്ത് അവർക്ക് വേർതിരിച്ചു കിട്ടി. ഇത് TP എന്ന് പറയുന്ന ഇതിനകത്തുണ്ട്. ആധാരമാണ്. ദൈവത്തെ സ്തുതിക്കണേ. ആ ദൂതിന്റെ തൊട്ട് പിറകിൽ വർഷങ്ങളായി നടക്കാത്തത് ചില ദിവസങ്ങൾക്കകത്ത് ദൈവം അതിനെ പൂർത്തീകരിച്ചു. ഇത് അവകാശ പത്രവുമായി ഇന്ന് സഭയ്ക്കകത്ത് സാക്ഷിയായി നിൽക്കുകയാണ്. When they transferred that old language into the modern language, they realized they could find out the word, the spelling TP was therein, and they got the land in their name, which was not for them. It was very difficult for them to get it, but the Lord within few days it made it possible for them. ഒരു വാക്കൊന്ന് സാക്ഷ്യം പറയാം. ഈ പ്രമാണത്തിന് വേണ്ടി ഞാൻ 2020 ഞാൻ വില്ലേജ് ഓഫീസിലെ താലൂക്ക് ഓഫീസിലും എല്ലാം അപേക്ഷ വെച്ചതാ. ഒരു വർഷത്തിന് ശേഷം ഈ അപേക്ഷകൾ മുഴുവനും നഷ്ടപ്പെട്ടു പോയെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ വീണ്ടും മടങ്ങി വന്നു. ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ വളരെയധികം പ്രയാസത്തോടെയാണ് ഞാൻ ദൈവസന്നിധിയിൽ ഇരുന്നത്. ഞാൻ എൻ്റെ അപ്പനോട് ചോദിച്ചപ്പാ, നിൻ്റെ വാക്കിനാണ് ഞാൻ ഈ ദേശത്ത് വന്നത്, ഈ പ്രമാണത്തിന് വേണ്ടി ഞാൻ ഇറങ്ങിയത്. എന്നെ എല്ലാവരും കുറ്റപ്പെടുത്തുന്നു, എങ്കിലും എൻ്റെ ദൈവം എനിക്ക് മടക്കി തരുമെന്നൊരു വിശ്വാസം എനിക്കുണ്ട് എന്ന പ്രാർത്ഥനയോടെ ഞാൻ ഇരുന്നു. എങ്കിലും കർത്താവ് ഈ 51 വർഷം പഴക്കമുള്ളതായി പ്രമാണം അത് തിരിച്ചെടുക്കുവാൻ എനിക്ക് സാധിച്ചു. അതെല്ലാം കർത്താവ് എനിക്ക് എന്ന വലിയൊരു ഉപകാരമാണ്. അതുപോലെ തന്നെ കർത്താവ് പലരും പറഞ്ഞു, എൻ്റെ സഹോദരങ്ങൾ എന്നോട് പറഞ്ഞു, ഈ പ്രമാണം ഇത് എടുക്കാൻ പറ്റത്തില്ല, ഇത് ഉപേക്ഷിക്കപ്പെട്ടു പോകും എന്നൊക്കെ നിലവാരത്തിലൊക്കെ കൊണ്ടുവന്നെങ്കിലും ദൈവം ഇത് തിരിച്ചെൻ്റെ കരങ്ങളിൽ തരുവാൻ ഇടയായി. ഈ കഴിഞ്ഞ മണ്ടയിൽ ഇതിനെ പ്രമാണം എഴുതാനായിട്ട് ഞാൻ കൊടുത്തിരിക്കുകയാണ്. ഈ TP എന്ന ഈ പ്രകാരമുള്ളതായി ഈ ആധാരം ഇത് കിട്ടണേ വളരെയധികം ഭാരമാണ്. കർത്താവ് 51 വർഷത്തെ പഴക്കമുണ്ട്. അതുകൊണ്ട് ഇത് എങ്ങും കിട്ടത്തില്ല. അത് പഞ്ചായത്തിലുമില്ല, താലൂക്കിലുമില്ല, വില്ലേജിലുമില്ല, എങ്ങുമില്ല. എങ്കിലും അത് കർത്താവ് എനിക്കിത് വെളിപ്പെടുത്തി തന്നു. ഇത് പ്രകാരം ഞാൻ വീണ്ടും അപേക്ഷ വെച്ചു. എനിക്ക് പുതിയത് എടുക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. ഈ പ്രമാണത്തിൻ്റെ ഒരു അപേക്ഷ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അത് ഞാനത് എടുത്തത്. അങ്ങനെ ഞങ്ങൾ ഇയർ എൻഡ് മീറ്റിംഗ് കഴിഞ്ഞ് ഞാനും എൻ്റെ കൂട്ടുദാസയും കൂടെ തിരിച്ച് എൻ്റെ ഭവനത്തിലോട്ട് പോകുന്ന സമയത്താണ് പെട്ടെന്ന് ഞങ്ങളുടെ മനസ്സിൽ വന്ന് ഈ പ്രെയർ കേൾക്കണമെന്ന്.
ലൈവ് ടൈമല്ല, ലൈവ് കഴിഞ്ഞുള്ള ടൈമായിരുന്നു. കഴിഞ്ഞ ടൈമായിരുന്നു. Hallelujah. ലൈവ് Praise കഴിഞ്ഞ് you, ഞങ്ങൾ Jesus. വീട്ടിലോട്ട് പോകുന്ന സമയത്താണ്. Hallelujah. അതായത് കറുകച്ചാലിൽ നിന്ന് ഹരിപ്പാടോട്ട് പോവുക. Praise you, ആ Jesus. സമയത്താണ് ഞങ്ങളിത് കേൾക്കുകയും ആ Hallelujah. സമയം തന്നെ ഞാനിത് ഏറ്റെടുക്കുകയും ഞങ്ങൾ രണ്ടുപേരും വണ്ടി നിർത്തിയിട്ട് പ്രാർത്ഥിച്ച് ഞാൻ സ്വീകരിക്കുകയാണ്. Praise you, Jesus. അതിനുശേഷമാണ് ഇതെല്ലാം എനിക്ക് ക്രമപ്പെടുത്തി കിട്ടിയത്. Praise you, Jesus. Hallelujah. കരമുയർത്തി വിളിച്ചു പറ, യേശു ജീവിക്കുന്നു. Hallelujah. 51 വർഷം താലൂക്ക് ഓഫീസിലില്ല, വില്ലേജ് ഓഫീസ് ഒരിടത്തും ഇല്ല ഈ TP. എനിക്കിതിന്റെ സയൻസ് പറയാൻ അറിയത്തില്ല, പക്ഷെ ദൈവം അതിനെ പൊക്കിയെടുത്തു, ദൈവം അതിനെ വെളിപ്പെടുത്തി. കരമുയർത്തി വിളിച്ചു പറ, യേശു ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു. അതെന്താ പറയാൻ മടി? വലിയ ശബ്ദത്തോട് പറഞ്ഞു, യേശു ജീവിക്കുന്നു. ശബ്ദമുയർത്തി രണ്ടുപേരും പറ, യേശു ജീവിക്കുന്നു.